PM ശ്രീ കരാറിലെ തുടർ നടപടികൾ മന്ത്രിസഭായോഗം ഇന്ന് ചർച്ച ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടായി അവതരിപ്പിക്കും. അന്തിമ തീരുമാനം UDF-ന് വിടാൻ ധാരണയായേക്കും. അപർണയുണ്ട് നമുക്കൊപ്പം. അപർണ, എന്തായാലും PM ശ്രീ കരാറിൽ എന്താണ് ഈ ഒരു മന്ത്രിസഭായോഗം തീരുമാനിക്കുക എന്നത് തന്നെയാണ് നിർണായകം. വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്ന് പറയുന്നത് PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. അതായത് ഈ PM ശ്രീ കരാർ UDF സർക്കാർ നടപ്പിലാക്കുമോ, അത് പൂർണ്ണമായും തന്നെ ഒഴിവാക്കുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ അത് അവർ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതായത് തുടർ സാധ്യതകളെ കുറിച്ചുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കുകയും മന്ത്രിസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടാവും. അതായത് ഈ കരാർ കേന്ദ്ര അനുമതിയില്ലാതെ മരവിപ്പിച്ച LDF നടപടി നിയമസാധ്യത കുറവാണെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട്. അപ്പൊ ഇന്ന് ഇതിന്റെ ചർച്ച മന്ത്രിസഭയിൽ വ്യക്തമായ ഒരു ചർച്ച ചെയ്തതിനു ശേഷം അന്തിമ തീരുമാനം UDF-ന് വിടാനാകും ഇത്തരത്തിൽ ഈ ചർച്ചയിൽ ധാരണ ഉണ്ടാവുക എന്നതാണ്. അതായത് ഈ LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീക്കെതിരെ വളരെയേറെ ഉയർന്ന ശബ്ദത്തിൽ ആയിരുന്നു ഈ ഇപ്പോഴത്തെ ഭരണകക്ഷി കൂടിയായ UDF നിലനിന്നിരുന്നത്. അതായത് PM ശ്രീ നടപ്പിലാക്കരുത് എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അവർ അധികാരത്തിലെത്തുമ്പോൾ PM ശ്രീ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നതടക്കം സംസ്ഥാനമൊട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിരിക്കും. PM ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിന് അതൊരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്നാൽ ഈ കേന്ദ്ര കരാർ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ LDF മരവിപ്പിച്ചത്. അപ്പോൾ അതിന്റെ നിയമസാധ്യതകൾ വളരെയേറെ കുറവാണ്. അതുകൂടി വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും ഇന്ന് PM ശ്രീ കരാറിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും PM ശ്രീ കരാറിലെ UDF-ന്റെ തീരുമാനം എന്താണ് എന്നതാണ് ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. ഇതിന്റെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മന്ത്രിസഭാ യോഗമൊക്കെ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ടൊക്കെയായി അവതരിപ്പിക്കുകയാണ്. എന്തായാലും അന്തിമ തീരുമാനം UDF-ന് വിടാൻ ധാരണയായേക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും UDF-ന്റെ നിലപാട് എന്താണ് എന്നത് അറിയുകയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണയാണ്.